الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. ഞാനും സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. നമ്മൾ ലാസ്റ്റ് നിർത്തിയത് വരെ നിങ്ങൾ തറോ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലേ? ഞാൻ വിചാരിച്ചോട്ടെ. പേജ് കാണുന്നുണ്ടോ ബുക്കിന്റെ? ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് സെക്കൻഡ് എക്സസൈസ് നിർത്തി കഴിഞ്ഞിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഗ്യാപ്പ് വരുമ്പോഴൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്തോണ്ടേ ഇരിക്കുക കേട്ടോ. ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ്. സൂൺ ബുക്ക് ഫിനിഷ് ചെയ്യും. ആകെ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുള്ളൂ. പക്ഷെ ഇതുവരെ പഠിച്ചത് കുറേ കാര്യങ്ങളാണ്. അത് നിങ്ങൾ റിവൈസ് ചെയ്തോണ്ടേ പ്രാക്ടീസ് ചെയ്തോണ്ടേ ഇരിക്കുക ഇൻഷാ അല്ലാ. ഓക്കെ, മൂന്നാമത്തെ എക്സസൈസ് ആണ്, എളുപ്പമാണ്, നിങ്ങൾ തന്നെ ചെയ്തോളൂ. നമുക്ക് ചെയ്തു പോവാം ഇൻഷാ അല്ലാ. ഓക്കെ, നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ്? എന്ത് ടോപ്പിക്കാണ് ഈ ലെസണ്? എന്താണ് ടോപ്പിക്? എന്താണ്, എന്ത് വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ലെസണിൽ എന്തായിരുന്നു നമ്മൾ പഠിക്കുന്ന മെയിൻ ടോപ്പിക്? എന്താണ്? മുസന്ന. ജമ ആണോ? ജമ ആണോ ഈ ലെസൺ? ജമ കഴിഞ്ഞു. മുസന്നയാണ്. മുസന്ന തമീസും ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതില് കെമ്മിന്റെ എക്സസൈസ് ആണ്. കെമ്മിന്റെ പ്രത്യേകത എന്താണ്? കെമ്മിനെ കുറിച്ചിട്ട് എന്താണ് നമ്മൾ പറഞ്ഞത്? കെമ്മിനെ കുറിച്ചിട്ട് എന്താണ് നമ്മൾ പഠിച്ചത്? കെം എന്താണ്? യെസ്. കെമ്മിന് ശേഷം തമീസ് വരും. കം ഇസ്മുൽ ഇസ്തിഫാം ആണ്. കമ്മിന് ശേഷം തമീസ് വരും. തമീസ് എന്താണ്? ഇസ്മാണ്. ഓക്കെ, വേറെന്ത് പറയാൻ പറ്റും നിങ്ങൾക്ക്? തമീസിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞേ. മൻസൂബാണ്. നിങ്ങൾ പറയുമ്പോൾ ഒറ്റ ഇതിൽ പറഞ്ഞ തമീസിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? എത്ര കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്? എത്ര കാര്യങ്ങളുണ്ട്? തമീസ് എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട്, അല്ലെ, അല്ലെങ്കിൽ ആംബിഗ്വിറ്റി മാറ്റാൻ കൊണ്ടുവരുന്ന ഒരു ഇസ്മാണ്. അവ്യക്തതയെ വ്യക്തമാക്കാൻ കൊണ്ടുവരുന്ന ഒരു ഇസ്മാണ് തമീസ് എന്നറിയാം. തമീസിന് പിന്നെ നമ്മളൊരു കണ്ടീഷൻ പഠിച്ചു. തമീസ് ആയിട്ടിരിക്കുന്ന ഇസ്മിന് ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണ്? എന്താണ് അത് പാലിക്കേണ്ടത്? എന്തായിരിക്കണം? മൂന്ന് കാര്യങ്ങളാണ്. നമ്മൾ ഡിങ്ങിന്റെ കേസ് പറയുമ്പോ തമീസ് അതില്
എറാബ് എന്തായിരിക്കണം? അല്ലെങ്കിൽ ഫസ്റ്റ് ഡി എന്തായിരിക്കണം? ഡി എന്തായിരിക്കണം? നക്കീറാണ്. ഐ എന്തായിരിക്കണം? മൻസൂബ്. എന്നോ? അതത് എന്തായിരിക്കണം? മുഫ്രദ്. ഈ മൂന്ന് കണ്ടീഷൻ അത് പാലിക്കണം. ജെൻഡർ അതിന് ജിൻസ് മുതക്കറായാലും മോനസായാലും കുഴപ്പമില്ല, അത് വരാം. പക്ഷെ ഡി ഐ എൻ ആദ്യത്തെ മൂന്നെണ്ണം ഈ പറഞ്ഞതേ പറ്റുള്ളൂ. നക്കീർ ആയിരിക്കണം, മാരിഫ ആവില്ല. മൻസൂബ് ആയിരിക്കണം, മർഫു മജ്റൂർ ആവില്ല. ആൻഡ് മുഫ്രദ് ആയിരിക്കണം, മുസന്നയോ ജമ്മോ ആവില്ല. ഇത് മൂന്നെണ്ണാണ്. കുറച്ച് പേര് രണ്ടെണ്ണം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. എപ്പോഴും ഇത് മൂന്നും ഉണ്ടാവും കേട്ടോ തമീസിന്. പിന്നെ ബാക്കി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് പഠിക്കും ഇൻഷാല്ല തമീസിന്റെ. ഓക്കെ, അപ്പൊ ഇപ്പൊ കെമ്മിന്റെ എക്സസൈസ് ആണ്. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. കെം ഉഖ്തൻ ലക, കെം ഖലമൻ ഇൻദക, കെം സയ്യാറത്തൻ ഫിൽ ജാമിഅത്തി. അപ്പൊ അവിടെ എല്ലാം ഉഖ്തൻ, ഖലമൻ, സയ്യാറത്തൻ ഒക്കെ തമീസ് ആണ്. തമീസിന്റെ കണ്ടീഷൻ പാലിച്ചിട്ടാണ് എഴുതിയേക്കുന്നത്. ഇനി നിങ്ങൾ ബാക്കി ഫില്ല് ചെയ്യുക. ഓക്കെ, ഞാൻ വേണമെങ്കിൽ വാക്ക് പറയാം, നിങ്ങളത് എന്താന്നുള്ളത് അറബിയിൽ പറഞ്ഞു. കം ഐന്ദക, ബുക്സ് പുസ്തകങ്ങൾ, എങ്ങനെ പറയും? അർത്ഥം പറയുമ്പോൾ ട്രാൻസ്ലേഷനിൽ പ്ലൂറൽ ആണ്, ജമായിട്ടാണ്, ബഹുവചനമായിട്ടാണ് നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പക്ഷെ എഴുതുമ്പോൾ മുഫ്രദായിരിക്കും. കിതാബൻ, കം കിതാബൻ ഐന്ദക. അടുത്തത് കം ലക്ക അല്ലെങ്കിൽ ലക്കി, രണ്ടും വരാം. സിസ്റ്റേഴ്സ്, സഹോദരിമാർ, എങ്ങനെ പറയും? ഉഖ്തൻ, ഉഖ്തനാണ്. കം ഫി ഹാദ الشارع. ഓക്കെ. ഹോട്ടലുകൾ, ഹോട്ടൽസ് എങ്ങനെ പറയും? ഹോട്ടലുകൾ ഈ സ്ട്രീറ്റിലുണ്ടെന്ന് ചോദിക്കുകയാണ്, എങ്ങനെ ചോദിക്കാം? ഫുന്ദുക്കൻ, ഫുന്ദുക്കൻ എന്നാണ്, ഫുന്ദുക്ക് ആണ് ഹോട്ടൽ. ഓക്കെ, അടുത്തത് കം ഫി ഖറിയതിക. വില്ലേജില് പള്ളികള്, മോസ്ക്, എത്ര പള്ളികൾ ഉണ്ടെന്ന് എങ്ങനെ ചോദിക്കുന്നത്? മസ്ജിദൻ. അടുത്തത് കം ഫി ഫസ്ലിക്കും. ബോർഡ്സ്, ബോർഡുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് എങ്ങനെ ചോദിക്കുന്നത്? സബൂറത്തൻ. കം ഫി സനതി, എത്ര സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങൾ? ഈദൻ. കം ലിദ്ദറാജതി, അവിടെ എന്ത് വരും? വീൽസ് ആണ്.
ചക്രങ്ങൾ. എന്താണ് വിജിസിന്റെ അറബി? ചക്രങ്ങളുടെ അറബി എന്താണ്? അല്ലെങ്കിൽ ചക്രം എന്താണ്? അജലതൻ. കം ഫി ഗുർഫതിക. ഗുർഫതിക. എത്ര ചെയർസ് ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാ? ചോദിക്കുന്നത് എങ്ങനെയാ? കസേരകൾ. കുർസിയൻ. ഈസി അല്ലേ? കമ്മൻ തമീസ്. ഓക്കെ, അൽഹംദുലില്ലാ. അടുത്ത എക്സസൈസ് മുസന്നയാക്കാനാണ്. ജുംല തന്നിട്ടുണ്ട്, ജുംലനെ മുസന്നയാക്കുക. അവിടെ ഇസ്മുൽ ഇഷാറ ഉണ്ടാവും, ഇസ്മുൽ ഇഷാറിനെയും മുസന്നയാക്കുക. അത് നിങ്ങൾ ഹാദയുടെ മുസന്നയും ഹാദിഹിയുടെ മുസന്നയും നിങ്ങൾക്ക് അറിയാം ഇല്ലേ? എന്താണ് ഹാദയുടെ മുസന്ന? ഹാദാനി. ഹാദിഹി. ഹാദാനി. ദാലിക്ക തിൽക്ക ലെസണിൽ വരുന്നില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചു. എന്താണ് ദാലിക്കയുടെ? ദാനിക്ക. തിൽക്ക. ദാനിക്ക. ഓക്കെ. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ ഇതിലിതാ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹാദാ കിതാബുൻ, ഹാദാനി കിതാബാനി. ഇനി ഹാദിഹിയുടെ ആണെങ്കിൽ ഹാദിഹി മിസ്തറത്തുൻ, ഹാറ്റാനി. ഇതെന്തായിരിക്കും വരിക? മിസ്തറത്താനി. ഓക്കെ. ഓക്കെ, എളുപ്പമല്ലേ? ആനി താനി ഇട്ട് കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ആദ്യത്തത് പറഞ്ഞേ. ഹാദാ ഖലമുൻ. ഹാദാ ഖലമുൻ. ഹാദാനി ഖലമാനി. ഹാദാ ത്വാലിബുൻ. ഹാദാനി ത്വാലിബാനി. ഹാദിഹി ത്വാലിബത്തുൻ. ഹാത്താനി ത്വാലിബത്താനി. ഹാദാ റജുലു മുദർരിസുൻ. ചേഞ്ച് ചെയ്ത്. ഓക്കെ, സൂക്ഷിച്ച് എഴുതണേ. രണ്ടുപേര് എഴുതിയതിലും എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. ഒന്നുകൂടെ. എന്താണ് ആ മിസ്സിംഗ്?
ഹാദാനി റജുലാനി എന്ന് പറയാൻ പറ്റുമോ? ആ, യെസ്. ആ, റജുലാനി വേണം. ഇല്ലേ? ഇസ്മുൽ ഇഷാറ മുഷാറുൻ ഇലൈഹിയാണ്. അല്ലോട് ആണ്. അല്ലോട് ഓൾറെഡി സെന്റൻസിലുണ്ട്, അപ്പൊ അതിനെ മുസന്ന ആക്കുമ്പോ അല്ല ഇവിടെ ഉണ്ടാവണം. യെസ്. ഹാദാനി റജുലാനി മുദരിസാനി. മുദരിസത്താനി ഉണ്ടോ? മുദരിസത്തുൻ എന്നാണോ? ഇവിടെ തമർബൂത്ത ഇല്ലല്ലോ. ഉണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടോ തമർബൂത്ത? അങ്ങനെ ഉണ്ടെങ്കിൽ ഹോൾ സെന്റൻസ് മാറിയിരിക്കണം. നമുക്ക് റജുല് മുദരിസുൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? സോറി, മുദരിസത്തുൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഹാദർ റജുലു മുദരിസുൻ, ഹാദാനി റജുലാനി മുദരിസാനി. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ അത്? ഓക്കെ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അൽഹംദുലില്ലാ. ഹാദ ത്വാലിബു മിനൽ ഹിന്ദി. ചേഞ്ച് ചെയ്തേ. ഹാദാനി ത്വാലിബാനി, അവിടെയും അത്വാലിബാനി വേണം. മിനൽ ഹിന്ദി. കറക്റ്റ് ആണ്. ഹാദിഹി സ്സാഅതു മിനൽ യാബാനി. ഹാറ്റാനി സ്സാഅതാനി മിനൽ യാബാനി. കറക്റ്റ് ആണ്. ഓക്കെ. ഹാദിഹി സയ്യാറത്തു ലിൽ മുദീരി. ഹാറ്റാനി സയ്യാറത്താനി ലിൽ മുദീരി. എല്ലാരും കറക്റ്റ് ആണ്. അൽഹംദുലില്ലാ, കറക്റ്റ് ആണ്. ലിമൻ ഹാദൽ മിഫ്താഹു. മാറ്റിക്കേ.
ലിമൻ ഹാദാനിൽ മിഫ്താഹാനി. എല്ലാരും കറക്റ്റ് ആണ്. ലിമൻ ഹാദിഹിൽ മിൽഅഖതു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, കുറെ പേര് അറബിക് കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ലിമൻ ഹാതാനിൽ മിൽഅഖതാനി. കറക്റ്റ് ആണ്, എല്ലാരും കറക്റ്റ് ആണ്. മിൽ ഐനാണ്, ഹഖതാനി എന്നാണ് കൊടുത്തത്. ഹ അല്ല, ഐനാണ്. ഹംസ, ഐൻ. അൽഹംദുലില്ലാ, ക്ലിയർ അല്ലേ എക്സസൈസ്? തന്നെ ആക്കാനായിരുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ടൈപ്പിംഗ് ഫസ്റ്റ് ടൈം. നിങ്ങള് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അത് പോയിന്റ് ഔട്ട് ചെയ്തതേ ഉള്ളൂ, ഡിലീറ്റ് ചെയ്യണ്ടായിരുന്നു. ഓക്കെ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ട്രൈ ചെയ്യട്ടോ, നിങ്ങൾ ടൈപ്പിംഗ് കൂടെ ട്രൈ ചെയ്തോളൂ. പറ്റുന്നവര്, പറ്റാത്തവര് നോ വറീസ്. നമ്മള് ടൈപ്പിംഗ് ഓർ റൈറ്റിങ്ങിനെക്കാട്ടി കൂടുതൽ ഖുർആൻ മനസ്സിലാക്കാനായിട്ട് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അതും കൂടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തോളൂ ഇൻഷാ അല്ലാ. ഓക്കെ. ഇത് ഓൾറെഡി ഇതിന്റെ എൻഡിങ് കൊടുക്കാൻ കറക്റ്റ് ആയിട്ട് ഹർക്കത്തിട്ട് കൊടുത്ത് എഴുതാന്നുള്ളതാണ്, അർത്ഥവും പറയാന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് അറിയില്ലേ? ഓരോ വാക്കുകള് ഹർക്ക ഇല്ലെങ്കിൽ പോലും വായിക്കാൻ അറിയില്ലേ? അല്ലാണ്ട് കൽബാനു എന്നൊന്നും വായിക്കില്ലല്ലോ ആരും. വായിക്കോ? كلباني مكتباني قميصاني أخواني منديلاني مسطرتاني أختاني امرأتاني. ഇതിനൊക്കെ മീനിങ്സ് അറിയില്ലേ? അർത്ഥം അറിയില്ലേ? ഏതെങ്കിലും വാക്കുണ്ടോ അറിയാത്തത്? എനിക്ക് തോന്നുന്നില്ല. എല്ലാം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നല്ലപോലെ യൂസ് ചെയ്തിട്ടുള്ള വാക്കുകളാണ്. ഇല്ലേ? ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും വാക്കുകള്? ഇതേത് ഏറോബ്, ഏത് സ്റ്റേറ്റ് ആണ് ഈ ഇത്രയും വാക്കുകള്? ഇത് അവസ്ഥയാണ്. മുസന്നയാണ്, പക്ഷെ ഏത് അവസ്ഥയാണ്? ഏറോബ് എന്താണ്? മർഫു ആണ്. മൻസൂബ് മജ്റൂർ ഇതെങ്ങനെ ഇരിക്കും? കൽബാനി മക്തബാനി ഖമീസാനി ഒക്കെ കൽബൈനി മക്തബൈനി ഖമീസൈനി എന്ന് വരും. ഇനി ഉഖ്താനി ആണെങ്കിലോ? മസ്തറത്താനി, ഇമ്രത്താനി. അത് മൈനൻ അല്ലെങ്കിൽ തൈനി അല്ലേ? ഉഖ്തൈനി, മിസ്തറത്തൈനി. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ.
അടുത്ത എക്സസൈസ് വീണ്ടും മുസന്ന ആക്കാനാണ് പറയുന്നത്. എന്തോരം എക്സസൈസ് ആണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇതോടെ മുസന്ന തറവായിരിക്കണം. ചെയ്തോളൂ. സയ്യാറത്തുൻ. സയ്യാറത്താനി. طبيبة. طبيبتان. ولد. ولدان. لغة. لغتان. صديق. صديقان. تاجر. تاجران. ملعقة. ملعقتان. مدرس. مدرسان. باب. بابان. اسم. ഇസ്മാനി. അവിടെ ഇസ്മ ആരോ ഒരാള് ആ, ഹംസത്തുൽ വസ്ലിന് വരെ ഹംസത്തുൽ ഖത്ത കണ്ടേ. ശ്രദ്ധിക്കണം. അപ്പൊ ഇസ്മ ഹംസത്തുൽ വസ്ലാണ്. ഇസ്മാനി. ഹാദ. ഹാദാനി. ഹാദിഹി. ഹാറ്റാനി. അൽഹംദുലില്ലാ. ഞാൻ തന്നെ കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഞാൻ നിങ്ങളുടെ മെമ്മറി അല്ലെങ്കിൽ റിവിഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ. ചെയ്തോട്ടെ. വേറൊന്നുമില്ല. ഇതിന്റെ ഇതിനെ ജമ ആക്കുക. സയ്യാറത്തും. ജമ കേട്ടോ.
കൺഫ്യൂഷൻ ആവരുത്. മുസന്ന അല്ല, ജമ്. സയ്യാറത്തുൻ എന്തായിരിക്കും? സയ്യാറോത്തുൻ അല്ലേ? ജമ എന്ന് പറയുമ്പോ നേരെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട എന്താണെന്ന് അറിയോ? എന്താ വരേണ്ടത്? എന്താ നിങ്ങളുടെ മനസ്സിൽ വന്നത് ഞാൻ ജമ എന്ന് പറഞ്ഞപ്പോ? ജമ എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യമേ വന്നത്? സയ്യാറ അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളെ ജമ ആക്കാൻ പറഞ്ഞപ്പോ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വന്ന എന്താണ്? ഓക്കെ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഊന ഈന ഈന വന്നവരുണ്ട്, പ്ലൂറലിന് വന്നവരുണ്ട്, ആറ്റോൻ ആറ്റിൻ ആറ്റിൻ വന്നവരുണ്ട്, ജമ തക്സീർ ജമ സാലിം മനസ്സിൽ വന്നു. ഓക്കെ, അൽഹംദുലില്ലാ. ആം, ആക്കിൽ ഗൈറാക്കിൽ വന്നു. ഇതെല്ലാം വരണം ജമ എന്ന് കേൾക്കുമ്പോ. ഓക്കെ, ജമ സാലിം ഉണ്ട്, ജമ തക്സീർ ഉണ്ട്. ജമ സാലിമിലാണ് പിന്നെ മുദക്കർ മുഅന്നസ് ഊന ഇന ഇന അച്ചുൻ ആത്തിൻ ആത്തിൻ ഉള്ളത്. അപ്പൊ തക്സീറിന്റെ ഓപ്ഷൻ അവിടെ ഉണ്ടെന്ന് മറന്നു പോകരുത്. പിന്നെ ആക്കിൽ ഗൈറാക്കിൽ. പിന്നെ ഇവിടത് ആക്കിൽ ഗൈറാക്കിന്റെ ആപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അതിപ്പോ ഇവിടെ നമ്മൾ വരുന്നില്ല. പക്ഷെ ജമ്മു ചിന്തിക്കുമ്പോൾ അതും വരണം. ആക്കിൽ ഗൈറാക്കിൽ എന്നുള്ളതും വരണം. ഓക്കെ, അപ്പൊ സയ്യാറത്താനി, സോറി, സയ്യാറത്തുൻ. ഓക്കെ, തൊബീബത്തുൻ. തൊബീബാത്തുൻ, എല്ലാവരും കറക്റ്റ്. വലതുൻ. വലതുൻ, ഔലാദുൻ. നമ്മൾ പഠിച്ചതല്ലേ? ഉൽദുൻ ഉണ്ട് കേട്ടോ, അതിന്റെ പ്ലൂറൽ ഉൽദുൻ ഒക്കെ ഉണ്ട്. ഓക്കെ, ലുഗത്തുൻ. ലുഗത്തുൻ. സ്വദീഖുൻ. അസ്ദിഖാഉ, അസ്ദിഖാഉൻ. രണ്ട് രീതിയിൽ ഞാൻ മെസ്സേജിൽ കാണുന്നുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ്? കുറെ പേര് ഉന്നെന്നും കൊടുത്തിട്ടുണ്ട്, കുറെ പേര് ഊന്നും കൊടുത്തിട്ടുണ്ട്. ഊ ആണെങ്കിൽ കാരണം എന്താ? മംനൂ മിന സർഫ്. ഓക്കെ, അൽഹംദുലില്ലാ. താജിറുൻ. തുജാറുൻ. മിൽ അക്കത്തുൻ. മിൽ അക്കത്തുൻ എനിക്ക് തോന്നുന്നു നമ്മൾ ജമ്മ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ചെയ്തിട്ടുണ്ടോ? ഓക്കെ. മംനൂ മിന സർഫാണ്. മഫായിലു പാറ്റേൺ എടുക്കുന്ന മംനൂ മിന സർഫാണ്. പറഞ്ഞോളൂ. മഫായിലു. മഫായിലു പാറ്റേൺ എടുക്കുന്ന വേറൊരു പ്ലൂറൽ നിങ്ങൾ പറഞ്ഞേ. ജമ.
മഫായിലുന്റെ സ്കെയിൽ എടുക്കുന്ന മഫായിലു ആണ്, മഫായിലു അല്ല. മഫായിലു മസാജിദു അല്ലെ, മസ്ജിദുന്റെ ജമ മസാജിദു. അതേപോലെ ഇരിക്കും ഇത്. മഫായിലു എന്ന് പറഞ്ഞ പാറ്റേണിൽ ഇട്ട് കൊടുക്കുക. ആ മലായിഖു അങ്ങനെ വരും, മറ്റാ മബൂത്ത ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? മുദരിസുൻ എൻഡിങ് വേണേ, നാ നൂൻ അവസാനിക്കരുത്. നാ എന്നുള്ളത് ക്ലിയർ ആയിട്ട് വേണം. മുദരിസൂന. ബാബുൻ അബുഅബുൻ. ഇസ്മുൻ അസ്മാഉൻ. هذا هؤلاء هذه ഉലായിക്കയോ? ഉലായിക്കയാണോ? ഉലായിക്ക ഏതിന്റെ ജമ? ഉലായിക്ക ഏതിന്റെ ജമാണ്? ദാലിക്ക മാത്രമാണോ? ആ യെസ്, ദാലിക്കയും തിൽക്കയുടെ ജമ അല്ലേ? ഓക്കെ, ഹദ ഹദിഹിയുടെ ജമ ഉലായി. അൽഹംദുലില്ലാ. ജമ നിങ്ങൾ പഠിച്ചപ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കുറെ മാസങ്ങൾ മുന്നേ നിങ്ങൾ ജമ നിങ്ങളുടെ മുന്നിൽ വന്നപ്പോ തക്സീറും സാലിമും എല്ലാം കൂടെ വന്നപ്പോൾ ഉള്ള അവസ്ഥ, ആൻഡ് ഇപ്പോ നിങ്ങൾ ഇത് ഒരു വാക്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി തക്സീറും ജമവും ഒന്നും കൺഫ്യൂഷൻ, സോറി സാലിമും കൺഫ്യൂഷൻ വരാതെ പറയുന്നുണ്ടല്ലേ. അതാണ് അൽഹംദുലില്ലാ പ്രാക്ടീസ്. അത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഓരോ പ്രാവശ്യം ഓരോ കോൺസെപ്റ്റ് പഠിക്കുന്ന ഫസ്റ്റ് ഡേ ഉള്ള അവസ്ഥയും ഒരു കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ ഉള്ള അവസ്ഥയും എന്താണെന്നുള്ളത്. അൽഹംദുലില്ലാ ഇത്തവണത്തെ റമദാൻ നിങ്ങൾക്ക് വെരി ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യട്ടെ. ഐ മീൻ നിങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് റബ്ബ് സ്വീകരിക്കട്ടെ. ഐ മീൻ അത് ഫീൽ ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലാസ്റ്റ് റമദാൻ പോലെയല്ല, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു ബിറ്റ്വീൻ രണ്ട് റമദാനില്. അൽഹംദുലില്ലാ. ഓക്കെ, അൽ കലിമാത്തുൽ ജദീദത്തിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ? ആ ഫ്രേസിന്റെ ഇല്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ലേ? ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അൽ കലിമാത്തുൽ ജദീദത്തു. ഓക്കെ, പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിൽ വന്നേക്കുന്ന പുതിയ വാക്കുകളാണ് കം, നിങ്ങൾക്കറിയാം. ലഈദു അറിയാം. സ്വദീഖുൻ വസന്ന ഒന്ന് പറയോ? സ്വദീഖാനി. ആനി ഇട്ട് കൊടുക്ക. ക്ലിയർ അല്ലേ? ജമ വരുമ്പോ ജമ തക്സീർ ആണ്. മംനു മിനസ്സർഫ് അഫ്ഇലാഉ പാറ്റേൺ ആണ് എടുക്കുക. അസ്ദിഖാഉ.
നിങ്ങളുടെ ഹാൻഡ് ബുക്കിൽ ആ പേജിൽ എന്തായാലും ഈ വാക്കുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഹാൻഡ് ബുക്കിൽ ആ ജമ തക്സീറിന്റെ പേജസ് ഇല്ലേ, അതിലൊന്ന് പോയി ചെക്ക് ചെയ്തോളൂ. നോക്കട്ടെ, എനിക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം. പേജ് കഴിഞ്ഞു പോയോ? ആ, ദാ ഇതിലുണ്ടല്ലോ രണ്ടാമത്തെ വാക്ക്, കാണുന്നുണ്ടോ? അഫ്ഇലാഉ സ്വദീഖുൻ അസ്ദിഖാഉ. ഇത് ലെസണിൽ വന്നതുമാണ്, നമ്മൾ പഠിച്ചതാണ്. ക്ലിയർ ആയോ ചോദിച്ചാള്? ഓക്കെ ഓക്കെ. കം ഇസ്മുൽ ഇസ്തിഫാം ആണ്. ഹൗ മെനി, എത്ര. ഈദു സെലിബ്രേഷൻ, ഫെസ്റ്റിവൽ, ആഘോഷങ്ങൾ എന്താന്ന് വെച്ചാൽ അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. അൽ അജലത്തു, അതിന്റെ ജമ അജലാത്തുൻ, അജലുൻ രണ്ടും ജമാണ്, വീൽസ് ആണ്. ഓക്കെ, ചക്രങ്ങൾ. അൽ ഹയ്യു അഹ്യാഉൻ ആണ് ജമ, ഏരിയ അല്ലെങ്കിൽ പ്രദേശം. അൽ റിയാലു റിയാലാത്തുൻ, റിയാലാണ്. റക്അത്തു റക്അത്തുൻ, എനിക്കറിയാലോ റക്അആണ്. മിസ്തറത്തുൻ മസാത്തിറു, സ്കെയിൽ അല്ലെങ്കിൽ റൂളർ ആണ്, റൂളേഴ്സ്. ക്ലിയർ അല്ലേ? എല്ലാം നിങ്ങളുടെ വൊക്കാബിൽ വന്ന വാക്കുകളാണ്. അൽ കലിമാത്തുൽ ജദീദത്തു മൗസൂഫ് സിഫ കൺസ്ട്രക്ഷൻ ആണ്. യെസ്, മൗസൂഫ് സിഫയാണ്. പക്ഷെ ഡിങ്ങിൽ മിസ്മാച്ച് ഉണ്ട്. ഡിങ്ങിൽ എന്തുകൊണ്ടാണ് മാച്ച് ആവാത്തത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? എന്താണ് മാച്ച് ആവാത്തത്? ഡിങ്ങിൽ ഏതാണ് മാച്ച് ആവാത്തത്? ഡി മാച്ച് ചെയ്യുന്നുണ്ട്, രണ്ട് മാരിഫയാണ്. ഐ മാച്ച് ചെയ്യുന്നുണ്ട്, രണ്ടും മഫു ആണ്. എൻ മാച്ച് ചെയ്യുന്നുണ്ടോ? ജെൻഡർ ജിൻസ് മാച്ച് ചെയ്യുന്നുണ്ട്, രണ്ടും മുസന്നയാണ്. എന്നാണ് മാച്ച് ചെയ്യാത്തത്? നമ്പറാണ് മാച്ച് ആവാത്തത്. എന്താ കാരണം? രണ്ടും മുഅന്നസ് ആണ്, പക്ഷെ രണ്ടും മുഫ്രദല്ല. ഒന്ന് ജമ്മും ഒന്ന് മുഫ്രദുമാണ്. ആദ്യത്തത് ജമ്മ്, രണ്ടാമത്തെ മുഫ്രദുമാണ്. അൽ കലിമാത്തു എന്ത് ജമ്മാണ്? യെസ്, ജമ്മ് ഗൈറാക്കിലാണ് അല്ലേ? ഗൈറാക്കി, ഗൈർ ആക്കിലായിട്ടുള്ള ജമ്മിനെ എങ്ങനെയാ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാ കാണുന്നത്? മുഫ്രദ് മുഫ്രദ് മുസന്ന അല്ല കേട്ടോ. മുഫ്രദ് മുഫ്രദ് മുഅന്നസ്. മുഫ്രദ് മുഅന്നസ് ആണ്. അതുകൊണ്ടാണ് അൽ ജദീദത്തു മുഫ്രദായത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ ലെസൺ കഴിഞ്ഞു കേട്ടോ. ഇനി ഇൻഷാല്ലാ പുതിയ കോൺസെപ്റ്റ് പഠിക്കാൻ റെഡി ആയിരുന്നോളൂ. നമ്പേഴ്സ് ആണ് അടുത്ത രണ്ട് ലെസൺസ് നമ്പേഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു ഇത്. 19 ഉം 20. 19 20 നമ്പേഴ്സും 21 22 23 മംനൂ മിന സർഫ്. ഇൻഷാല്ലാ. ഓക്കെ, നമ്പേഴ്സും വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, രസമാണ്. 1 to 10 മാത്രമേ നമ്മൾ ഈ ബുക്കിൽ കവർ ചെയ്യുന്നുള്ളൂ, 1 തൊട്ട് 10 വരെ.
സിമ്പിൾ ആണ് ഇൻഷാല്ല. നിങ്ങൾക്ക് വോക്കാബ്സ് ഓൾറെഡി തന്നു. അപ്പൊ അത് നിങ്ങൾ പഠിച്ചിട്ട് വരികയാണെങ്കിൽ വെരി ഈസി ആയിട്ട് നമ്പർ ലെസന് കവർ ചെയ്യാം ഇൻഷാല്ല. ഓക്കെ. ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണ രീതിയിൽ നക്കീറയുടെ അടയാളം എന്തായിട്ടാ പഠിച്ചേക്കുന്നത്? ഓക്കെ, നോ അൽ. അല്ലില്ലെങ്കിൽ എന്താണ്? ഓക്കെ, തൻവീനാണ്. അല്ല, അല്ലില്ല, തൻവീൻ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ 3 കാറ്റഗറി ഇസ്മം പഠിച്ചു ഇല്ലേ? മുഫ്രദ് പഠിച്ചു, മുസന്ന പഠിച്ചു, ജമം പഠിച്ചു. 3 കേസിലും അങ്ങനെയാണോ? തൻവീൻ എടുക്കാത്ത കേസൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. മംനൂമിന സർഫ് വന്നാൽ തൻവീൻ എടുക്കില്ല, ഹർഫുനിത വന്നാൽ തൻവീൻ ഡ്രോപ്പ് ചെയ്യും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ജനറലി തൻവീൻ ഞാൻ ചോദിക്കുന്നത് നക്കീറയുടെ അടയാളമായിട്ട് തൻവീൻ എന്ന് നമ്മൾ പറയുമ്പോൾ മുഫ്രദിലും മുസന്നയിലും ജമലും അങ്ങനെയാണോ? അല്ലെങ്കിൽ അല്ലാന്ന് പറയാൻ കാരണം എന്താ? ഏതിലൊക്കെയാണ് തൻവീൻ കാണുക? ഈ 3-ൽ ഏതിലൊക്കെയാണ് തൻവീൻ കാണുക? മുഫ്രദിൽ മാത്രം. ഓക്കെ, ഇതിനോടകം നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഒന്നും കൂടെ നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ ഞാൻ ചോദിക്കുകയാണ്. മുഫ്രദിൽ മാത്രമാണ് തൻവീന്റെ അവസ്ഥ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നക്കിറയിലെ തൻവീനായിട്ട് നമ്മൾ കാണുന്നത്. മുസന്നയിലും ജമ്മയിലും കാണില്ല. നക്കിറായിട്ട് കാണുന്നത് അല്ലുണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ. ഊന ഈന ഈന അല്ലില്ലാതെ കണ്ടാൽ എന്താണ്? ഓക്കെ, ഞാൻ അതൊന്നും കൂടെ ഇത് പറയാട്ടോ. മുസന്നയിലും ജമ്മിലും കാണില്ല എന്ന് പറയുമ്പോഴും ജമ്മിൽ ഒരവസ്ഥയിൽ കാണില്ലേ? ഉണ്ടാവില്ലയോ? ഇൻ ജനറലി നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ ജമ്മ് എവിടെ കാണും? എവിടെയാ കാണുന്നത് ജമ്മില്? ആ, ജമ്മ നിങ്ങൾ മൊത്തത്തിലൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ജമ്മയില് നിങ്ങൾ സാലിം, മുദക്കർ സാലിം മാത്രം മനസ്സിൽ വെച്ചിട്ട് പറയരുത്. മുദക്കർ സാലിമില് കാണില്ല, ഫൈൻ. അല്ലാതെ തൻവീൻ കാണുവോ? ജമ തക്സീറിലുണ്ട്. ഓക്കെ, തക്സീറിലില്ലേ? കുറച്ചു മുമ്പേ നമ്മൾ എടുത്തത് കുറച്ച് എക്സാമ്പിൾസിൽ തൻവീൻ എടുത്തില്ലേ? തക്സീറിലുണ്ട്. ഓക്കെ, ഇനി എവിടെയാണ് കാണുന്നത്, എവിടെയാണ് കാണാത്തത് ജമ്മന്റെ കേസിൽ? ഒന്ന് പറഞ്ഞേ. മുഅന്നസ് സാലിമില് കാണും ഇല്ലേ? കാണുവോ ഇല്ലയോ? നിങ്ങളുടെ ബേസ്, നമ്മുടെ എപ്പോഴും ബേസ് എക്സാമ്പിൾ ഏതാണ്? ജമ്മിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ മൊസനയുടെ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു എക്സാമ്പിൾ ഏതാണ്? മുസ്ലിമുൻ. മുസ്ലിമുൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. മുസ്ലിമുൻ മുഫ്രദിൽ എന്തായാലും നക്കീറ ഉണ്ട്. ഇനി അതിന്റെ ജമ്മു പറഞ്ഞേ. മുസ്ലിമൂന, മുസ്ലിമീന, മുസ്ലിമീന നക്കീറയാണ്, അവിടെ ഇല്ല. പക്ഷേ സാലിം, മുഅന്നസ് സാലിം പറഞ്ഞേ. മുസ്ലിമാത്തുൻ, മുസ്ലിമാത്തിൻ, മുസ്ലിമാത്തിൻ ഇല്ലേ? അവിടെ തൻവീൻ എടുക്കും. ക്ലിയർ ആണോ? അല്ല് വരുമ്പോ പിന്നെ തൻവീൻ അവിടെ ഡ്രോപ്പ് ചെയ്യും. ഇനി മുസന്നയുടെ കേസിലോ തൻവീൻ എടുക്കോ നക്കിറയില്? നിൻ എന്നുള്ള ഒരു അവസ്ഥയുണ്ടോ? അല്ലെങ്കിൽ താനിൻ എന്നുള്ള ഒരു അവസ്ഥയുണ്ടോ? ഇല്ല. ഓക്കെ, അല്ലില്ലെങ്കിൽ നക്കിറ, അല്ലുണ്ടെങ്കിൽ മാരിഫ. ക്ലിയർ ആണോ അത്? ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണോ? യെസ്, ജമ തക്സീറില് എക്സെപ്റ്റ് മംനു മിന സർഫ്. ഗുഡ്. മംനു മിന സർഫിന്റെ കേസിൽ എന്തായാലും തൻവീൻ എടുക്കില്ല.
ക്ലിയർ അല്ലേ അത്? നക്കീറ അപ്പൊ നിങ്ങൾക്കൊരു ജമ്മ് കിട്ടിയാലും മുസന്ന കിട്ടിയാലും മുഫ്രദായിട്ടുള്ള ഒരു ഇസ്മ കിട്ടിയാലും നക്കീറയാണോ മാരിഫയാണോ എന്ന് തിരിച്ചറിയാൻ പാടുണ്ടോ? ഉണ്ടാവോ? ആർക്കെങ്കിലും പാടുണ്ടാവോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആവാത്തവരുണ്ടോ? ഒന്ന് പറയൂട്ടോ, അല്ലെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം. ഓക്കെ. മുഫ്രദിന്റെ കേസില് സാധാരണ രീതിക്ക് നക്കിരയുടെ അടയാളം എന്താണ്? തൻവീനാണ് അല്ലേ? മാരിഫ ആണെങ്കിൽ അല്ലുണ്ടാവും. ആണോ? അത് രണ്ടാണെങ്കിലും മുദക്കറാണെങ്കിലും മുഅന്നസ് ആണെങ്കിലും അതേപോലെ തന്നെയാണ്. ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആണോ മുഫ്രദിന്റെ കേസ്? ഓക്കെ. ഇനി ജമ്മ എടുക്കുകയാണെങ്കിൽ ജമ്മ തക്സീർ ഉണ്ട് ഇല്ലേ? ഫസ്റ്റ് തക്സീർ പറയാം. തക്സീറിന്റെ കേസില് തൻവീൻ എടുക്കുന്ന ജമ തക്സീറുകളുണ്ട് ഇല്ലേ? ഫോർ എക്സാമ്പിൾ പറഞ്ഞേ നിങ്ങള്. നക്കിറ നക്കിറയുടെ അവസ്ഥയില് ഒരു എക്സാമ്പിൾ ജമ തക്സീറിന്റെ. ഔലാദുൻ. അതിന് മാരിഫ ആക്കുമ്പോ എങ്ങനെ വരും? അൽ ഔലാദു. സോറി, അൽ ഔലാദു അല്ലേ? അപ്പൊ തൻവീൻ അടയാളമാണ്. ഇനി തക്സീറില് മംനൂമിന സർഫായിട്ട് വരുന്ന ഇസ്മുകളില്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞേ. കിതാബുൻ അൽ കിതാബു. സോറി, കിതാബുൻ മുഫ്രദല്ലേ, കുത്തുബുൻ ആണ്. ഇത് പറയൂ, മംനൂമിന സർഫ് പറഞ്ഞേ. മസാജിദു. മസാജിദു. അൽ മസാജിദു. ക്ലിയർ ആണോ? ഇവിടെ തൻവീൻ അടയാളം അല്ല നക്കീറയുടെ, അല്ലില്ല എന്നുള്ളതാണ്. ഫുന്ദുക്കുൻ ഫനാദിക്കു, കറക്റ്റ്. ക്ലിയർ ആണോ ഇത്? തക്സീർ. തക്സീർ നാമങ്ങളില് ഒട്ടുമിക്ക കേസസിലും തൻവീൻ എടുക്കും. പക്ഷെ തൻവീൻ എടുക്കാത്ത സാഹചര്യം വരുന്നത് എവിടെയാണ്? മംനൂമിന സർഫ് ആണെങ്കിൽ. ഓക്കെ. ഇനി സാലിം. സാലിമിന്റെ കേസില് മുദക്കർ ആണെങ്കിൽ മുസ്ലി മൂന. തൻവീൻ ഉണ്ടോ? മുസ്ലിമൂനൻ എന്ന് വല്ലതും നമ്മൾ പറയോ? ഇല്ല. അല്ലില്ല എന്നുള്ളതാണ് അതിന്റെ അടയാളം. അൽ മുസ്ലിമൂന. ഇനി മുഅന്നസ് പറഞ്ഞേ.
മുസ്ലിമാത്തുൻ ആണോ? തൻവീൻ ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ ജമ സാലിമില് മുഅന്നസിന്റെ കേസിൽ തൻവീൻ ഉണ്ടാവും. നക്കിറയുടെ അടയാളമാണ് തൻവീൻ. ക്ലിയർ ആണോ? അതേസമയം മുദക്കർ സാലിമില് തൻവീൻ ഉണ്ടാവില്ല. അല്ലില്ല എന്നുള്ളതാണ് അതിന്റെ അടയാളം. ഇനി മുസന്ന പറഞ്ഞേ. മുദക്കർ മുസ്ലിമാനി തൻവീൻ ഉണ്ടോ? അല്ലില്ല എന്നുള്ളതാണ് അതിന്റെ അടയാളം. അൽ മുസ്ലിമാനി. മുഅന്നസോ? തൻവീൻ ഉണ്ടോ? മുസ്ലിമറ്റാനി. അൽ മുസ്ലിമറ്റാനി. ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞവർക്ക് ക്ലിയർ ആയോ? എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി തരാമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയോ പറഞ്ഞപ്പോ? ഓക്കെ, അൽഹംദുലില്ലാ. ഇത് എപ്പോഴും മനസ്സിൽ വെക്കുക. നക്കീറ ആകുമ്പോൾ തൻവീൻ എടുക്കുന്നത് എപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ ഫൗണ്ടേഷൻ എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ എന്ത് പഠിച്ചത്? നക്കീറയുടെ അടയാളം തൻവീൻ. പക്ഷെ അതൊന്നൊക്കെ മുഫ്രദിൽ തന്നെ കുറെ നിങ്ങൾ മാറ്റം വെച്ച് പഠിച്ചു ഇല്ലേ? മുദാഫ് വരുമ്പോ തൻവീൻ എടുക്കില്ല, മംനൂവിന സർഫായ തൻവീൻ എടുക്കുന്നില്ല, ഹർഫിനിദയ്ക്ക് ശേഷം മുനാദയായിട്ട് വന്നാൽ തൻവീൻ എടുക്കില്ല, അങ്ങനെ അങ്ങനെ പല കേസ് നിങ്ങൾ പഠിച്ചു ഇല്ലേ? അത് മുഫ്രദിന്റെ കേസ്. ഇനി അതല്ലാതെ നമ്മൾ മുസന്നയിലേക്ക് വരുമ്പോഴും ജമയിലേക്കും വരുമ്പോഴും നക്കീറയുടെ അടയാളം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാല്ല ലെസൺ 18ന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വരും. അത് ചെയ്ത് അടുത്ത ലെസൺ വൊക്കാബുലറി പഠിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് പുതിയ കോൺസെപ്റ്റ് പഠിക്കാം ഇൻഷാല്ല. യെസ്, ഇത് പ്രാക്ടീസിലൂടെയാണ്. ഇനിയിപ്പോ നിങ്ങൾ ഇത് എത്രത്തോളം കാണുന്നോ അത് ഇതാകും. നമ്മൾ ജസ്റ്റ് എന്താണ് അനി ഈന, സോറി, ഊന ഈന ഈന, അനി 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 എന്നൊക്കെ പഠിച്ചു പോകുമ്പോൾ ഈ ഒരു പോയിന്റ് മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തതാണ്. ഓക്കെ, ഇൻഷാല്ല. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാല്ല നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. ഇൻഷാല്ല. അമീൻ വയ്യാക്കും. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.